ആഷിഖ്, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമെന്നാണ് പല കോണിൽ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ സർവേകൾ, പ്രീ പോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും ഒക്കെ പറയുന്നതിൻ്റെ സൂചനകൾ. യഥാർത്ഥത്തിൽ ഒരു വലിയ തരംഗം ഉണ്ടാകുമോ യു ഡി എഫിന്? നമ്മുടെ വാർത്താ ചാനലുകളിലെ ആ ഒരു പെർഫോമൻസും അതിൻ്റെ ഒരു സ്ട്രാറ്റജി ടീമിൻ്റെ കാര്യങ്ങളുടെ ഒരു അനലൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ തരംഗത്തിന് ആരും ഇത് പറയുന്നില്ല, തർക്കമില്ല. CPM-മാർക്ക് പോലും ഉറപ്പായിട്ടുണ്ട് ഇനി ഒരു തുടർ ഭരണത്തിന് സാധ്യതയില്ല, യു ഡി എഫിന് തന്നെയാണ് വരുന്നത്. എത്ര സീറ്റിന് പിന്നിലേക്ക് പോകും എന്നത് മാത്രമേ ഇവർക്ക് സംശയമുള്ളൂ. ഇപ്പോൾ നമ്മൾ പല സർവേകളും കണ്ടുവരുമ്പോൾ അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് കോൺഗ്രസ് സ്ട്രാറ്റജി ടീം മെമ്പറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലിപ്പോൾ പറയുന്ന പോലെ 85 മുതൽ 90 വരെ സീറ്റുകൾ UDF നേടും. അതുമാത്രമല്ല, ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും ഇതിൽ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുപോലെ നടന്നാൽ അത് UDF-ൻ്റെ ഒരു ജനകീയമായ സർക്കാരിന് അത് ആവാൻ സാധ്യതയുണ്ട്. അത് ഇപ്രകാരമാണ്, ഞാൻ വായിക്കാം. 85 മുതൽ 90 സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തും. അതിൽ കൂടിയാലും അത്ഭുതപ്പെടാനില്ല. വടക്കൻ കേരളത്തിൽ UDF-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്രമുണ്ടാകും. കണ്ണൂരിലെ CPM കോട്ടകളിൽ ഞെട്ടിക്കുന്ന അടിയൊഴുക്കുകൾ ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കുറഞ്ഞത് 3 MLA-മാരെങ്കിലും ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണിത്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ MLA ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ UDF പ്രതാപകാലത്തെ പ്രകടനത്തിലേക്ക് തിരിച്ചെത്തും. LDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷിക്ക് 10-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളിൽ UDF പകുതിയിലധികം സീറ്റ് നേടും. അതായത് ഇപ്പോൾ VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ എത്തുന്നതിന് മുമ്പ്, അതായത് എറണാകുളം വരെ എത്തുന്നതിന് മുമ്പ് ജയിക്കാനുള്ള ഭൂരിപക്ഷം UDF-ന് നേടും എന്നുള്ള രീതിയിൽ. അതേ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ആ ഒരു കണക്കുകൂട്ടലിലൂടെയാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് UDF-ന്റെ വിജയം അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോഴും ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM-ന് അടി കിട്ടുന്നൊരു സാഹചര്യമുണ്ടായി. പയ്യന്നൂരാണെങ്കിലും അതേപോലെ തന്നെ പേരാമ്പ്രയാണെങ്കിലും പേരാവൂരാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും 2 വിമത സ്ഥാനാർത്ഥികൾ, അതും CPM-ൽ നിന്ന് തന്നെ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തളിപ്പറമ്പിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി VP റഷീദിനെ ധർമ്മത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കണ്ണൂർ മൊത്തത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും വലിയൊരു വിവാദമായിരുന്നു. ഇപ്പോൾ അനൗൺസ്മെന്റ് വിവാദം പേരാമ്പ്രയിൽ നമുക്കറിയാം, മറ്റേ ഫാത്തിമ തഹ്ലീന. അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ എങ്ങനെയാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, അതേപോലെ അവരുടെ കൂടെ കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെ എല്ലാ മതസ്ഥരും അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഇത് CPM-നെ സംബന്ധിച്ച് വലിയ ഭയപ്പെടുത്തുന്ന. കഴിഞ്ഞ തവണ കാഫർ സ്ക്രീൻഷോട്ട് ആയിരുന്നെങ്കിൽ ഇത്തവണ കൗം എന്നുള്ള, അതായത് സമുദായം എന്നുള്ള ഒരു പ്രസ്താവനയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടി, അതെ, നമ്മുടെ സമുദായത്തിലെ കുട്ടിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള മുസ്ലിം ലീഗ് പരത്തുന്നു എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റ് ആണ്. TP രാമകൃഷ്ണന്റെ ഫ്ലെക്സ് വെച്ച ജീപ്പിലാണ് പോയത്. അത് റെക്കോർഡ് ചെയ്തതോ കമ്പോസ് ചെയ്തോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. ഇത്രയും നാളും CPM-ന് അപ്രമാദിത്യപരമായിട്ടുള്ള വിജയം നേടിക്കൊണ്ടിരുന്ന മണ്ഡലത്തിൽ CPM ഇത്തരത്തിൽ വലിയ രീതിയിൽ നാടകം കളിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ CPM അവിടെ ഭയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ UDF വലിയൊരു തരംഗത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, അതേപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, ഈ ജില്ലകളിൽ വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ UDF വലിയൊരു തരംഗത്തിലായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് തന്നെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് പല മണ്ഡലങ്ങളും അട്ടിമറി സൂചനയിലാണ് നിൽക്കുന്നത്. പല മണ്ഡലങ്ങളും CPM ഭയന്നിട്ടുണ്ട്, പേരാമ്പ്ര ഉൾപ്പെടെ. അപ്പോൾ CPM-ന് അത്രത്തോളം ഭയം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ പട്ടികയിൽ പല മണ്ഡലങ്ങളും അവർ സാധ്യതാ പട്ടികയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കൈവിട്ടു പോകുമെന്നുള്ള ഒരു ഉറപ്പാണ്. പക്ഷേ അണികൾക്ക് കൊടുക്കുന്ന ഒരു ഊർജം ഈ ഒരു വിലയിരുത്തലിലേക്ക് വരുമ്പോൾ ആ ഒരു നേതൃത്വത്തിനില്ല. അതാണ് പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് VD സതീശനെ പറ്റിയാണ്. ഇത്രയും വലിയൊരു കോൺഫിഡൻസ് VD സതീശൻ എവിടെ നിന്നും വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം
നമുക്കറിയാം കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും കണക്കുകൾ രണ്ടും രണ്ടാണ്. കോൺഗ്രസിൻ്റെ കണക്ക് എന്ന് പറയുന്ന അടിത്തട്ടിലിരിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരാ ഇത്ര വോട്ടിന് ജയിക്കുമെന്ന് മേലുള്ള നേതാക്കന്മാർക്ക് പറയുന്നു, അവരതും കേട്ടു പോകുന്നു. CPM അങ്ങനെയല്ല. CPM-ന് കൃത്യമായിട്ട് അറിയാം പാർട്ടി വോട്ടുകൾ ഏതൊക്കെയാണ്, അല്ലാത്ത വോട്ടുകൾ ഏതൊക്കെയാണ്, കൃത്യമായിട്ട് അടിവരയിട്ട് എണ്ണം കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കാൻ CPM-ന് കഴിയും. അതുകൊണ്ടാണ് CPM-ൻ്റെ കണക്കുകൾ പലപ്പോഴും ശരിയാകുന്നതും കോൺഗ്രസിൻ്റെ കണക്കുകൾ തെറ്റുന്നതും. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ VD സതീശൻ്റെ കണക്കുകൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും നേരിട്ടപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുള്ള കണക്കുകൾ അതിനനുസരിച്ച് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞു, പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്ര വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ 6 കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം, പക്ഷേ 7 കോർപ്പറേഷൻ പിടിച്ചു. അപ്പോൾ ഒരെണ്ണം അഡീഷണൽ ആണ് വന്നത്. അപ്പോൾ അദ്ദേഹം ആരും വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹം ടീം UDF-ന്റെ എഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ടീം എഫർട്ടിന്റെ ആ ഒരു ഫലമാണ്. ടീം എഫർട്ട് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് ഇത്രയും കാലം പല വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിട്ട് ഞങ്ങൾ 100 സീറ്റ് പിടിക്കും, 200 സീറ്റ് പിടിക്കും എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ VD സതീശൻ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്, എങ്ങനെയാണ് VD സതീശന് 100+ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻറ്റ് നമ്പറിലേക്ക് എത്താൻ കഴിയുന്നത്. അത് പ്രവർത്തകർക്ക് വരെ അത് അത്ഭുതമായിരുന്നു. 100 സാധ്യമാണോ എന്ന് പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണക്കാരനെ ഒരു ചോദ്യമാണ്. 100 എന്നുള്ള ആ ഒരു നമ്പർ, അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 100+ എന്നുള്ളത് ഒരു പോസിബിൾ ആയ നമ്പറാണോ? അതെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ LDF നിൽക്കുന്നത് 99 സീറ്റിലാണ്. 99 സീറ്റിൽ LDF സിറ്റിംഗ് സീറ്റുകളാണ് LDF-ന്റെ. അത് തിരിച്ചു പിടിച്ചു വേണം UDF-ന് മുന്നോട്ട് പോകാൻ. അത് മാത്രമല്ല 2016 മണ്ഡല വിഭജനത്തിന് ശേഷം CPM വലിയ ആധിപത്യത്തിൽ മുന്നോട്ട് പോകുന്ന പല മണ്ഡലങ്ങളുണ്ട്. അവരുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം 56 മണ്ഡലങ്ങൾ CPM-ന് ഷുവർ ഷോട്ടുകളാണ്. CPM എങ്ങനെ ഇരുന്നാലും വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ബാക്കി കുറച്ച് മണ്ഡലങ്ങൾ കൂടി CPM പിടിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വിജയം ഉണ്ടാകുമെന്നാണ്. പിന്നീട് CPI-യുടെ കാര്യം പറഞ്ഞു, അതായത് LDF-ലെ പ്രമുഖരായിട്ടുള്ള രണ്ടാം മുന്നണി 10 സീറ്റിൽ താഴെ പോകും. അത് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. കൊല്ലത്ത് പോലും CPM ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കൊല്ലത്ത് CPM-ന് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ അപ്രമാദിത്വം കൊടുത്താണ്. ആകെ 2 സീറ്റുകൾ മാത്രമാണ്, ഒന്ന് കുണ്ടറയും ഒന്ന് കരുനാഗപ്പള്ളിയും. ഈ 2 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. കൊല്ലത്ത് ഇപ്രാവശ്യം വലിയ അട്ടിമറികളാണ് എല്ലായിടത്തും UDF-ന്റെ പ്രവർത്തകർ വിചാരിക്കുന്നത്. അപ്പം കൊല്ലം മണ്ഡലം എടുത്തു കഴിഞ്ഞാലും, അതേപോലെ തന്നെ കുന്നത്തൂർ എടുത്തു കഴിഞ്ഞാൽ, ചവറ എടുത്തു കഴിഞ്ഞാൽ, കൊട്ടാരക്കര എടുത്താൽ, പത്തനാപുരം എടുത്താൽ, ഇവിടെ എല്ലാം, ചാത്തന്നൂർ എടുത്താൽ, ഇവിടെ എല്ലാം അട്ടിമറി വിജയം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷകൾ തെറ്റുമില്ല. കാരണം അവിടെ UDF പണിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഇടത് മുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂരായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ വലിയ കോട്ട എന്ന് പറയുന്നത് കൊല്ലം തന്നെയാണ്. ആ കൊല്ലം നമ്മുടെ മുനിസിപ്പാലിറ്റി കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അത് വലിയൊരു മുന്നേറ്റമാണ്. UDF-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ കൊല്ലത്ത് പല ജില്ലാ പഞ്ചായത്തുകളും ചരിത്രപരമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. പല പഞ്ചായത്തുകളും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് UDF പിടിച്ചെടുക്കുന്നത്. അപ്പം വലിയ രീതിയിലുള്ള മാറ്റം ഇവിടെ എല്ലാം ഭരണവിരുദ്ധ വികാരം പ്രകടമാണ്. ഇനി അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറിയിട്ടുണ്ടോ, അത് മാത്രമാണ് ഇനി അടുത്ത മെയ് 4 റിസൾട്ട് വരുമ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പല മേഖലയിൽ നിന്നും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ SDPI വോട്ട് പോയതുപോലും ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ഫാക്ടറുകളും ചർച്ച ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ G സുധാകരൻ ഒരു വലിയ ഫാക്ടറായിരുന്നു. അത് എങ്ങനെ അത് CPM-നെ എങ്ങനെ വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് വലിയൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ പാലക്കാട് ഒറ്റപ്പാലത്ത് PK ശശി LDF-ൽ നിന്നും മാറി വന്നത്, അദ്ദേഹം വിമതനായിട്ടാണ് മത്സരിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ സഹയാത്രികനായിരുന്ന A സുരേഷ് അദ്ദേഹം മത്സരിക്കുന്നത്. അങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ കൊട്ടാരക്കര തന്നെ കൊല്ലം ജില്ലയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. കേരളത്തിൽ മുഴുവൻ ചർച്ചയായ വിഷയമാണ്. ഐഷ പോറ്റി UDF-ലേക്ക് പോയി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് CPM-ന് അത് വലിയ അടിയാണ്. ഇതെങ്ങനെയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനി റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ്. അത് VD സതീശൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ 100 സീറ്റിലേക്കായിരിക്കാം